നമസ്കാരം. രാഗമീറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഭേരി വളരെയധികം പ്രചാരം നേടിയ പ്രശസ്തമായ രാഗമാണ് ആഭേരി. 22ാം മേളകർത്ത രാഗമായ ഘരരപ്രിയയുടെ ജന്യരാഗമാണ് ആഭേരി. ഒരു ഔഢവ സമ്പൂർണ്ണ രാഗമായ ആഭേരിയുടെ ആരോഹണ അവരോഹണങ്ങൾ നമുക്കൊന്ന് നോക്കാം. സ ഗ മ പ നി സ സാ നി ദ പ മ ഗ രി സ. ആരോഹണത്തിൽ ഋഷഭദേവതങ്ങളെ വർജിക്കുന്ന ആഭേരി ദീക്ഷിതരുടെ സമ്പ്രദായത്തിൽ 20ാം മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജന്യമായാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ആഭേരിയെ ഘരരപ്രിയയുടെ ജന്യമായാണ് അംഗീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആഭേരിയുടെ സ്വരസ്ഥാനങ്ങളെ ഒന്ന് നോക്കാം. ഷഡ്ജം, ചതുശ്രുത ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദേവതം, കൈശികി നിഷാദം. വളരെ അപൂർവമായി മാത്രമാണ് ശുദ്ധദേവതം അന്യസ്വരമായി വരുന്നത്. അതിനാൽ ആഭേരിയെ നമുക്ക് ഒരു ഭാഷാംഗരാഗം എന്നും കൂടി പറയാം. കർണാടക സംഗീതത്തിൽ കർണാടക ദേവഗാന്ധാരിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഭീംബ്ലാസും ധനാശ്രീയും ആണ് ആഭേരിയോട് തുല്യത കാണിക്കുന്നത്. ഇനി നമുക്ക് കൃതികളിലേക്ക് വരാം. ത്യാഗരാജ സ്വാമികളുടെ നഗുമോ ആഭേരിയിലുള്ള വളരെയധികം പ്രസിദ്ധമായ കൃതിയാണ്. ത്യാഗരാജ സ്വാമികളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയ കൃതികളിൽ ഒന്നാണിത്. കണ്ണിൻ്റെ കാഴ്ചശക്തി മയങ്ങിയതിനാൽ ശ്രീരാമനെ കാണാൻ പറ്റാത്ത വിഷമമാണ് ഈ കൃതിയുടെ സാരാംശം. നമുക്ക് ഈ കൃതി ഒന്ന് കേട്ടു നോക്കാം. നഗുമോ മോഗനലേ നീനാജാലി തെലിസി നഗുമോ മോഗനലേ നീനാജാലി തെലിസി നന്നു ബ്രോവരാദ ശ്രീ രഘുവര നീ നഗുമോ മോഗനലേ നീ നാജാലി തെലിസി. ദീക്ഷിതരുടെ വീണാഭേരി, ശ്യാമശാസ്ത്രികളുടെ നിന്നുവിന തുടങ്ങിയ കൃതികളെല്ലാം ആഭേരിയിലാണുള്ളത്. ഇനി നമുക്ക് ഗാനരംഗത്തേക്ക് വരാം. വളരെയധികം പ്രസിദ്ധമായ ഭക്തിഗാനമാണ് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ. എസ് രമേശൻ നായരുടെ രചനയിൽ KJ ജയൻ സംഗീതം നിർവഹിച്ച് യേശുദാസിൻ്റെ ആലാപന മികവിൽ പിറന്ന മനോഹരമായ ഭക്തിഗാനം. മയിൽപ്പീലി എന്ന എവർഗ്രീൻ ആൽബത്തിലെ വളരെയധികം ഹിറ്റായ ഭക്തിഗാനം. നമുക്ക് ഈ ഭക്തിഗാനമൊന്ന് കേട്ടു നോക്കാം. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഇനി നമുക്ക് സിനിമാ രംഗത്തേക്ക് വരാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ വളരെയധികം ഹിറ്റായ ഗാനമാണ് ആവണിപ്പൊന്നുഞ്ഞാൽ അടിക്കാം എന്ന് തുടങ്ങുന്ന ഗാനം. എസ് രമേശൻ നായരുടെ രചനയിൽ ബേണി ഇഗ്നേഷ്യസ് എന്നിവരുടെ സംഗീതത്തിൽ MG ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ പിറന്ന ഗാനം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടു നോക്കാം.
ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയായി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. മറ്റൊരു ഗാനമാണ് വയലാർ ദേവരാജൻ മാസ്റ്റർ യേശുദാസ് കോമ്പോയിൽ പിറന്ന ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഇന്ദ്രവല്ലരി എന്ന് തുടങ്ങുന്ന ഗാനം. ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കു. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരിപ്പൂ ചൂടിവരും സുന്ദര ഹേമന്തരാത്രി. എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരിപ്പൂ ചൂടിവരും സുന്ദര ഹേമന്തരാത്രി. എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. പി ഭാസ്കരൻ്റെ രചനയിൽ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് ചിത്രാമ്മ പാടിയ ഗാനമാണ് 10 വെളുപ്പിന്. വെങ്കലം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പുലിക്കളി മായന്നൂർ കാവിൽ പാവക്കൂത്ത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പുലിക്കളി മായന്നൂർ കാവിൽ പാവക്കൂത്ത്. പെണ്ണിനു രാത്രിയിൽ പൂത്തിരുവാതിര ചെക്കൻ്റെ മോറ് ചിന്താമര. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. സമ്മറിൻ ബത്ലഹേം എന്ന വളരെയധികം ഹിറ്റായ ചിത്രത്തിലെ ഗാനമാണ് ഒരു രാത്രി കൂടി എന്ന് തുടങ്ങുന്ന ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ പിറന്ന വിദ്യാസാഗർ ഇണം നൽകിയ ഗാനം. ദാസേട്ടനും ചിത്രാമ്മയും കൂടി മനോഹരമായി ആലപിച്ച ഗാനം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടു നോക്കാം. മറ്റൊരു ഗാനമാണ് സൂര്യപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായരുടെ രചനയിൽ ഔസേപ്പച്ചൻ സംഗീതം നിർവഹിച്ച് ദാസേട്ടൻ പാടിയ പഞ്ചവർണ്ണക്കുളിരെ എന്ന് തുടങ്ങുന്ന
മനോഹരമായ ഗാനം. എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശച്ചില്ലയിൽ കൂടൊരുക്കാൻ. ഊരെല്ലാം കാണില്ലേ, ഉദയങ്ങൾ തഴുകില്ലേ, ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ. ഒരു ജന്മം ഞാനും നേടി നിന്നെപ്പോലെ, ഇനി നീ എൻ ജീവിത സായുജ്യമാകൂ. പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ. നെഞ്ചിലൂറും മധുരം തേഞ്ചോരും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. സുന്ദരി നിൻ എന്ന് തുടങ്ങുന്ന ഗാനം ആബേരിയിലുള്ള വളരെയധികം മനോഹരമായ ഗാനമാണ്. MD രാജേന്ദ്രൻ്റെ വരികളിൽ ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ. ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഒഴുകി ഞാനറിയാതെ. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. ദുബായ് എന്ന ചിത്രത്തിലെ യദുവംശയാമിനി എന്ന ഗാനം ആബേരിയിലുള്ളതാണ്. ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ, P. ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ. യദുവംശയാമിനി വനമോഹിനി മണിനൂപുരമണിയുകയായി. യദുവംശയാമിനി വനമോഹിനി മണിനൂപുരമണിയുകയായി. മധുമാസ സന്ധ്യയും മലർമേഘവും ഒരു മായവനികയായി. യദുവംശയാമിനി വനമോഹിനി മണിനൂപുരമണിയുകയായി. മധുമാസ സന്ധ്യയും മലർമേഘവും ഒരു മായവനികയായി. വളരെയധികം ഹിറ്റായ ഗാനമാണ് പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനം. നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പൂവച്ചൽ ഖാദറുടെ രചനയിൽ ശ്യാം സംഗീതം നിർവഹിച്ച് ചിത്രാമ്മ പാടിയ ഗാനം. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീജിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയിഴയായി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ. കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ.
നമ്മൾ ഇന്ന് ആഭേരിയിലുള്ള സിനിമാ ഗാനങ്ങളെയും കൃതികളെയുമാണ് പങ്കുവച്ചത്. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുമല്ലോ. നമുക്ക് രാഗാമീറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു രാഗവുമായി കാണാം. നന്ദി.